ഹലോ ഹലോ, ഇതാരും കേൾക്കുന്നില്ലയോ? ഇതാണ്ട് റോബിനും ജോബിനും ജോനായും ജോയലും അതുകൊണ്ട് ജസിക ജാസിലിനൊക്കെ ഓടി വരുന്നതേ ഉള്ളൂ. ബിനുവും ജോജുവും ഒക്കെ ഈ ഏറിയെ കാണാനേ ഇല്ല. എല്ലാവരും വന്നു. യെസ്, എനിക്കറിയാം നമ്മൾ ഒരാഴ്ചത്തേക്ക് ശേഷം വീണ്ടും പാട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ രാത്രി കിടന്നപ്പം പ്രാർത്ഥിച്ചവരെത്ര പേരുണ്ട്? എൻ്റെ ദൈവമേ, എല്ലാവരും പ്രാർത്ഥിച്ചോ? അടുത്ത ചോദ്യം, എത്ര പേര് ബൈബിൾ വായിച്ചു? എന്തോ പറ്റി വായിക്കാഞ്ഞ്? ഉറങ്ങിപ്പോയോ? ഉറങ്ങിപ്പോയല്ലയോ? യേശു അപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ എന്നും ബൈബിൾ വായിക്കും, എന്നും പ്രാർത്ഥിക്കും. യേശു അപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ടീച്ചേഴ്സിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? വേൾഡ് ടു വേൾഡ് ടെലിവിഷനിലെ ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവർക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. യെസ്, അതാണ് ഞങ്ങളുടെ ബലവും കരുത്തും. മക്കളെ, ജീവിതം ചെറുതാണ്, അതിനെ നന്നായി ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അത് എപ്പം വേണേലും ഉടഞ്ഞു പോകാം. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി അതിനെ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ഉടയാതെ ലക്ഷ്യം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എപ്പം വേണേലും വീണു പോകാം, ഉടഞ്ഞു പോകാം. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ കൊടുത്താൽ ഒരു നാളും ഉടഞ്ഞു പോകുകയില്ല. കുഞ്ഞുങ്ങളെ, നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈണം വലിയ ഇഷ്ടമാണ്. എന്നാൽ നമ്മൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ വരികൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം. ഒന്നായി പാടാം. ഹായ് കൂട്ടുകാരെ, എല്ലാവരും പാട്ട് പഠിക്കാൻ ഓടി വന്നോ? ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കുഞ്ഞി പാട്ട് പഠിപ്പിക്കാൻ പോകുന്നത് കടലല മേലെ പൊങ്ങിത്താഴും കുഞ്ഞിക്കപ്പൽ ഞാൻ, കാറ്റും കോളും ചുറ്റിയടിച്ചൊരു കുഞ്ഞിക്കപ്പൽ ഞാൻ, കപ്പിത്താന ഇടയനാം യേശു എൻ്റെ കൂടെ ഉള്ളപ്പോൾ മുങ്ങിപ്പോകില്ല എന്നോട് കപ്പൽ, എത്തിടും അക്കരെ ഒരു നാൾ. ആട്ടെ, നമ്മുടെ ഈ കുഞ്ഞിക്കപ്പലിനകത്ത് യേശു അപ്പച്ചനുണ്ടോ? അങ്ങനെ യേശു അപ്പച്ചനുണ്ടെങ്കിൽ നമ്മളെ എവിടെ എത്തിക്കും? അക്കരെ എത്തിക്കും നിശ്ചയമായി. ഈ അർത്ഥം വരുന്ന ഈ കൊച്ചുപാട്ട് നമുക്കൊന്ന് പഠിക്കാം. ആർ യു റെഡി? യെസ്. കടലല മേലെ പൊങ്ങിത്താഴും കുഞ്ഞിക്കപ്പൽ ഞാൻ, കാറ്റും കോളും ചുറ്റിയടിച്ചൊരു കുഞ്ഞിക്കപ്പൽ ഞാൻ, കടലല മേലെ പൊങ്ങിത്താഴും കുഞ്ഞിക്കപ്പൽ ഞാൻ, കാറ്റും കോളും ചുറ്റിയടിച്ചൊരു കുഞ്ഞിക്കപ്പൽ ഞാൻ, കപ്പിത്താനായിടയനമേശു എൻ്റെ കൂടെയുള്ളപ്പോൾ മുങ്ങിപ്പോകില്ല എന്നോട് കപ്പൽ, എത്തിടുമക്കരെ ഒരു നാൾ. കപ്പിത്താനായിടയനമേശു എൻ്റെ കൂടെയുള്ളപ്പോൾ മുങ്ങിപ്പോകില്ല എന്നോട് കപ്പൽ, എത്തിടുമക്കരെ ഒരു നാൾ. ലല്ലല്ലല്ലല്ലല്ല ലല്ലല്ലല്ലല ലല്ലല്ലല്ലല്ലല ലല്ലല്ലല്ലല ലല്ലല്ലല്ലല്ലല ലല്ലല്ലല്ലല ലല്ലല്ലല്ലല്ലല ലല്ലല്ലല്ലല. കപ്പിത്താന യേശുർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ലല്ലല്ല പാടി സന്തോഷത്തോടെ പോകാനായിട്ട് നമുക്ക് കഴിയും. അതിന് റെഡിയാണോ? അങ്ങനെയെങ്കിൽ ഞാൻ ഓരോ വരി പാടിത്തരാം, ഏറ്റു പാടണേ. ലല്ലല്ലല്ലല്ലല്ല ലല്ലല്ലല്ലല ലല്ലല്ലല്ലല്ലല ലല്ലല്ലല്ലല. പാടാമോ? ലല്ലല്ലല്ലല്ലല ലല്ലല്ലല്ലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലല. കടലല മേലെ പൊങ്ങിത്താഴും കുഞ്ഞിക്കപ്പൽ ഞാൻ,
കാറ്റും കോളും ചുറ്റിയടിച്ചൊരു കുഞ്ഞിക്കപ്പൽ ഞാൻ. പാടാമോ? കടലല മേലെ പൊങ്ങിത്താഴും കുഞ്ഞിക്കപ്പൽ ഞാൻ, കാറ്റും കോളും ചുറ്റിയടിച്ചൊരു കുഞ്ഞിക്കപ്പൽ ഞാൻ. കപ്പിത്താനായിടെ രമേഷു എൻ്റെ കൂടെയുള്ളപ്പോൾ, മുങ്ങിപ്പോകില്ല എന്നുടെ കപ്പൽ എത്തിടുമക്കരെ ഒരു നാൾ. കപ്പിത്താനായിടെ രമേഷു എൻ്റെ കൂടെയുള്ളപ്പോൾ, മുങ്ങിപ്പോകില്ല എന്നുടെ കപ്പൽ എത്തിടുമക്കരെ ഒരു നാൾ. ലല്ലല്ലല്ലല്ലല്ലല്ല ലല്ലല്ലല്ലല്ലല ലല്ലല്ലല്ലല്ലല്ലല ലല്ലല്ലല്ലല്ലല. പഠിച്ചോ കൂട്ടുകാരെ? ഇതിൻ്റെ ഈ ആക്ഷനും കൂടെ ചേർത്തൊന്ന് നമുക്ക് കാണിക്കാം. ആർ യു റെഡി? ഓൾ സ്റ്റാൻഡ് അപ്പ്. ലല്ലല്ലല്ലല്ലല്ല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല. കടലല മേലെ മുങ്ങിത്താഴും കുഞ്ഞിക്കപ്പൽ ഞാൻ, കാറ്റും കോളും ചുറ്റിയടിച്ചൊരു കുഞ്ഞിക്കപ്പൽ ഞാൻ. കടലല മേലെ മുങ്ങിത്താഴും കുഞ്ഞിക്കപ്പൽ ഞാൻ, കാറ്റും കോളും ചുറ്റിയടിച്ചൊരു കുഞ്ഞിക്കപ്പൽ ഞാൻ. കപ്പിത്താനായിടെ രമേഷു എൻ്റെ കൂടെയുള്ളപ്പോൾ, മുങ്ങിപ്പോകില്ല എന്നുടെ കപ്പൽ എത്തിടുമക്കരെ ഒരു നാൾ. കപ്പിത്താനായിടെ രമേഷു എൻ്റെ കൂടെയുള്ളപ്പോൾ, മുങ്ങിപ്പോകില്ല എന്നുടെ കപ്പൽ എത്തിടുമക്കരെ ഒരു നാൾ. ലല്ലല്ലല്ലല്ലല്ല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല ലല്ലല്ലല്ലലലല ലല്ലല്ലല്ലലല. ആട്ടെ കൂട്ടുകാരെ, ഇങ്ങനെ ലല്ലല്ല പാടി സന്തോഷത്തോടെ പോകുവാൻ തക്കോണം ആര് കൂടെ ഉണ്ടായിരിക്കണം? നമ്മുടെ കപ്പലിൽ, ഈ കുഞ്ഞിക്കപ്പലിൽ ആരുണ്ടായിരിക്കണം? അമരക്കാരനായിട്ട് യേശുപ്പച്ചൻ കൂടെ ഉണ്ടെങ്കിൽ കാറ്റ് വന്നോട്ടെ, കോള് വന്നോട്ടെ, തിരമാല വന്നോട്ടെ, കൊറോണ വന്നോട്ടെ, എന്ത് വൈറസും വന്നോട്ടെ, ആരാ അമരക്കാരൻ? യേശു കർത്താവ്. അങ്ങനെയെങ്കിൽ ധൈര്യമായിട്ട് അവൻ ഒരു നാൾ നമ്മളെ അക്കരെ എത്തിക്കും. നല്ല പാലും തേനും ഒഴുകുന്ന സുന്ദര ദേശത്തേക്ക് നമ്മളെ എത്തിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ആരെ പിടിച്ച് അമരക്കാരനായിട്ട് ഇരുത്തണം? മൊബൈലിനെ ആണോ? അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ആണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള കുറേ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവരെയാണോ അമരക്കാരനായിട്ട് ഇരുത്തേണ്ടത്? പിന്നെ ആരെ ഇരുത്തണ്ടേ? യേശു കർത്താവാകുന്ന ഏറ്റവും വലിയ സ്നേഹിതനെ അമരക്കാരനായിട്ട് പിടിച്ചിരുത്തണം. എങ്കിലേ ഉള്ളൂ കാറ്റും കോളും വരുമ്പോൾ വീഴാതിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശക്തനായ യേശു കർത്താവിനെ അമരക്കാരനായിട്ട് ഇരുത്തിക്കൊണ്ട് ഈ കപ്പിത്താൻ കൂടെ ഉള്ളപ്പോൾ സന്തോഷമായിട്ട് ലല്ലല്ല പാടി നമുക്ക് എവിടെ എത്താം? അക്കരെ എത്താം. അങ്ങനെയെങ്കിൽ എല്ലാ കൂട്ടുകാരെയും അക്കരെ ശുഭ തുറമുഖത്ത് ഒരിക്കൽ കാണാമെന്നുള്ള പ്രത്യാശയുണ്ട്. എല്ലാവരെയും യേശുപ്പച്ചൻ കാക്കട്ടെ. യേശുപ്പച്ചന് വേണ്ടി വലിയവരായി തീരുവാൻ എല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ. താങ്ക് യു ഓൾ. ബൈ. കടലിൻ്റെ മേലെ മുങ്ങിപ്പോകുന്ന നല്ല സുന്ദരമായ, ഇഷ്ടപ്പെട്ടോ? ജീവിതം ഇങ്ങനെ കടലിൻ്റെ മേളിൽ മുങ്ങിപ്പോകുന്ന ഒരു അനുഭവമാണ്. കാരണം വെള്ളപ്പൊക്കമുണ്ട്, കോവിഡുണ്ട്, വേദനയുണ്ട്, നൊമ്പരമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെങ്കിൽ ക്രിസ്തു ജീവിതത്തിലുണ്ടെങ്കിൽ ഈ പടക് മുങ്ങാതെ യാത്ര ചെയ്യും. എത്ര മുങ്ങിപ്പൊങ്ങിയാലും ക്രിസ്തു ആ പടകിലുണ്ടെങ്കിൽ ഞാനും നിങ്ങളും സുരക്ഷിതരായിരിക്കും. ക്രിസ്തു ഇല്ല എങ്കിൽ ഭയപ്പെട്ടു പോകും. ശിഷ്യന്മാർ ഇതുപോലെ യാത്ര ചെയ്തതാണ്. അവിടുന്ന് പടക് മുങ്ങിയും പൊങ്ങുന്നു. ക്രിസ്തു ഉണ്ടായിരുന്നതുകൊണ്ട് ആ പടക് മുങ്ങിയില്ല. നമ്മുടെ ജീവിതമാകുന്ന ഈ പടകിൽ ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമാണോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ?
കഥ കേൾക്കുന്ന ഇഷ്ടമല്ലയോ? നമുക്ക് മറ്റൊരു കഥ കേൾക്കാം. ഇന്ന് പറയുന്ന കഥയെന്ന് പറയുന്നത് ഒരു കൊച്ചു ബാലൻ്റെ കഥയാണ്. അവന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. ആ കഥയാണ് നമുക്കൊന്ന് കേൾക്കാം. ഒരു ദിവസം യേശുപ്പച്ചൻ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. വളരെ ശക്തമായി യേശുപ്പച്ചൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൂരെ ഒരു ബാലൻ ഇത് കേൾക്കുന്നുണ്ട്. ആ ബാലനൊരാഗ്രഹം, എന്ത് നല്ല പ്രസംഗമാണ്, എനിക്കങ്ങ് പോയി ഒന്ന് കാണുകയും ആ പ്രസംഗം കേൾക്കുകയും ചെയ്യണം. അവൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്നും ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് യേശുപ്പച്ചൻ്റെ പ്രസംഗമുണ്ട്, അത് കേൾക്കാനായിട്ട് വരണം, അത് നല്ല പ്രസംഗമാണെന്ന്. അവൻ്റെ അമ്മ പറഞ്ഞു, നമ്മുടെ അടുത്ത ഗ്രാമത്തിൽ യേശുപ്പച്ചൻ നാളെ വരും, അപ്പോൾ ഞാൻ നിന്നെ അവിടെ കൊണ്ടുവിടാമെന്ന്. ആര് പറഞ്ഞു? അവൻ്റെ അമ്മ പറഞ്ഞു. അവന് വളരെ സന്തോഷമായി. അടുത്ത ദിവസത്തിനായിട്ട് അവൻ കാത്തിരുന്നു. അങ്ങനെ അടുത്ത ദിവസം വന്നു. അവൻ രാവിലെ തന്നെ കുളിച്ച് പല്ല് തേച്ച് ഒരുങ്ങി നല്ല ഡ്രസ്സിട്ട് യേശുപ്പച്ചനെ കാണാനും പ്രസംഗം കേൾക്കാനുമായിട്ട് അവൻ റെഡിയായി. അവൻ്റെ അമ്മ എന്തോ ചെയ്തു? അവന് വിശക്കത്തില്ലയോ? കൊച്ചു കുഞ്ഞല്ലയോ? അവന് വേണ്ട ആഹാരം ഒരു ടിഫിനകത്തിലാക്കി അവൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൈ വെച്ചോ, നിനക്ക് വിശക്കുമ്പോൾ നിനക്ക് ഇടയ്ക്ക് കഴിക്കാം. അങ്ങനെ ഇതുമായിട്ട് അവൻ നടന്ന് കൂട്ടുകാരോടൊപ്പം അവിടേക്ക് പോയി. ചെന്നപ്പോൾ ഭയങ്കര വലിയ ആൾക്കാർ യേശുപ്പച്ചനെ കാണാനും സൗഖ്യം പ്രാപിക്കാനും യേശുപ്പച്ചൻ്റെ പ്രസംഗം കേൾക്കാനും എല്ലാം ഇഷ്ടം പോലെ ആൾക്കാർ. അവൻ ഒരു വിധത്തിൽ എവിടെയോ ഒരല്പം സ്ഥലം കിട്ടി അവിടെ ഇരുന്നു. ഇങ്ങനെ ഇരുന്ന് യേശുപ്പച്ചനെ കണ്ട് പ്രസംഗം കേട്ട് സമയം പോയതറിഞ്ഞില്ല. അമ്മ കൊടുത്തുവിട്ട ആഹാരം അവൻ കഴിച്ചതുമില്ല, മറന്നുപോയി. അങ്ങനെ ഇരുന്നിരുന്ന് സന്ധ്യയായി. സന്ധ്യയായപ്പോൾ അവൻ നോക്കിയപ്പോൾ ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. വീട്ടിൽ പോകണം. ഉടനെ പ്രസംഗമൊക്കെ തീർന്നു. അപ്പോൾ യേശുപ്പച്ചൻ അവിടെ നോക്കിയപ്പോൾ അവിടെ യേശുപ്പച്ചൻ തൻ്റെ ശിഷ്യന്മാരോട് ഏതാണ്ടൊക്കെ പറയുന്നു. യേശുപ്പച്ചൻ പറഞ്ഞു ശിഷ്യന്മാരോട്, ഇത്രയും ആൾക്കാരുണ്ട്, ഇവർക്കെന്തോ വേണം? അവർ രാവിലെ തൊട്ടിവിടെ ഇരിക്കുക, അവർക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊടുക്കണം, വിശക്കുന്നവർക്ക് കഴിക്കാൻ കൊടുക്കണം. ശിഷ്യന്മാർ പറഞ്ഞു, എവിടുന്ന് കൊടുക്കാനാ? ഒന്നുമില്ല, കൊടുക്കാനായിട്ടൊന്നുമില്ല. ഇത്രയും പേർക്ക് കൊടുക്കാനായിട്ട് എങ്ങനെയാ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്? അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്തേലും വഴിയുണ്ടോയെന്ന്. അങ്ങനെ ഇവൻ ഇങ്ങനെ അന്വേഷിച്ച് ഓരോരുത്തരോട് ചോദിച്ച് എന്തേലും ഉണ്ടോ കഴിക്കാൻ എന്തേലും ഉണ്ടോ എന്ന് ചോദിച്ച് അവസാനം ആരുടെ അടുക്കേ വന്നു? നമ്മുടെ ഈ ബാലൻ്റെ അടുക്കേ വന്നു. ബാലനോട് ചോദിച്ചു, നിൻ്റെ കയ്യിൽ കഴിക്കാൻ എന്തേലും ഉണ്ടോ? അന്നേരമാണ് അവൻ ഓർത്തത്, അമ്മ രാവിലെ എന്ത് കൊടുത്തു വിട്ടായിരുന്നു? ഒരു ടിഫിൻ ബോക്സ് കൊടുത്തു വിട്ടു. അവൻ പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് കഴിക്കാനായിട്ട് ഒരു ബോക്സ് നിറച്ച് തന്നിട്ടുണ്ട്. എന്തുവാ തന്നേ? അറിയത്തില്ല, എന്തോ തന്നു. ഉടനെ ബോക്സ് തുറന്നു നോക്കി. എന്തുവായിരുന്നു അത്? 5 അപ്പവും 2 മീനും. അന്നേരം പറഞ്ഞു, ഇത് എനിക്ക് തരാമോ? ആരാ ചോദിച്ചത്? ശിഷ്യൻ ചോദിച്ചു. അവൻ യേശുപ്പച്ചൻ്റെ അടുക്ക വന്നു. അപ്പോൾ യേശുപ്പച്ചനും അവനോട് ചോദിച്ചു, ബാല, ഇതെനിക്ക് തരാമോ? അയ്യോ, യേശുപ്പച്ചനല്ലേ ചോദിച്ചത്, നമ്മളാണ് എന്തോ ചെയ്യും? കൊടുക്കത്തില്ലയോ? യേശുപ്പച്ചനെ സ്നേഹിക്കുന്ന ഈ ബാലൻ എന്ത് ചെയ്തു? അത് യേശുപ്പച്ചൻ ചോദിച്ചപ്പോൾ തന്നെ യേശുപ്പച്ചന് കൊടുത്തു കഴിഞ്ഞപ്പോൾ യേശുപ്പച്ചൻ എന്ത് ചെയ്തു? ഇതെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് എല്ലാവരെയും ഇരുത്തിയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും ഈ 5 അപ്പവും 2 മീനും ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ യേശുപ്പച്ചൻ കൊടുത്തു. എല്ലാവരും കഴിച്ച് തൃപ്തി വന്നു. ആര് കൊടുത്തതാണ്? ഈ ബാലൻ കൊടുത്ത 5 അപ്പവും 2 മീനും. എല്ലാവരും തിന്ന് തൃപ്തരായി. നമ്മുടെ കരങ്ങളിലുള്ളത് നമ്മുടെ യേശുപ്പച്ചൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? ഈ ബാലൻ ചെയ്തതുപോലെ യേശുപ്പച്ചൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരും.
ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലായത്? ജീവിതത്തിൽ യേശുപ്പച്ചൻ നമ്മളോട് പറയുമ്പോൾ, യേശുപ്പച്ചൻ ആവശ്യപ്പെടുമ്പോൾ, ചോദിക്കുമ്പോൾ നമുക്കുള്ളത് നമ്മൾ എന്തോ ചെയ്യണം? യേശുപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. യേശുപ്പച്ചൻ്റെ കരങ്ങളിൽ കൊടുത്താൽ അത് നമുക്ക് മാത്രമല്ല, നമുക്കും മറ്റുള്ളവർക്കും എന്തായിത്തീരും? അനുഗ്രഹമായി തീരും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം നൽകിയിട്ടുള്ള നന്മകളെ, അനുഗ്രഹങ്ങളെ ഇതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ് ആര്? നമ്മുടെ യേശുപ്പച്ചൻ. നിങ്ങൾ കൊടുക്കുമോ? ഇനി മുതൽ കൊടുക്കുമോ? അങ്ങനെ കൊടുക്കുവാനായിട്ട് സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കഥ ഇഷ്ടമായോ? അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ബായ്. നമ്മുടെ ടിഫൻ നമ്മൾ കൊണ്ടുപോകത്തില്ല. വീട്ടിൽ നിന്നേ പറഞ്ഞു വിടുന്നത്, മോനെ ഇതാർക്കും കൊടുക്കല്ലേ, ഇത് നീ തന്നെത്താൻ കഴിക്കണം. അന്നും അവൻ്റെ അമ്മയും പറഞ്ഞത് അങ്ങനെ തന്നെ, ആർക്കും കൊടുക്കല്ലേ എന്നാണ്. പക്ഷേങ്കിൽ അവൻ 5 അപ്പവും 2 മീനും കൊടുക്കേണ്ട കരങ്ങളിലോട്ട് കൊടുത്തപ്പോൾ എല്ലാവരും തൃപ്തിപ്പെട്ടു. ഒരിക്കലും വേദപുസ്തകത്തിൽ ഇടം പിടിച്ചു പറ്റാത്ത ആ ബാലനും വേദപുസ്തകത്തിൽ ഇടം പിടിച്ചു പറ്റി. കാരണം അവൻ്റെ കയ്യിലുള്ള നന്മ, അനുഗ്രഹം പങ്കിട്ടു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മ പങ്കിടുമ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു എന്ന് മനസ്സിലാകുന്നത്, അനേകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ നന്മകളെ നമുക്ക് പങ്കിടാം. തിന്മകളെ നോക്കാതെ നന്മ പങ്കിട്ട് ക്രിസ്തുവിന് പകർന്നു കൊടുക്കാം. ദൈവം നിങ്ങളെല്ലാം. ഹലോ കൂട്ടുകാരെ, യോനയോട് ദൈവം പറഞ്ഞു എവിടേക്ക് പോകാൻ? എവിടേക്ക് പോകാൻ? പറ. തർസീസിലോട്ട് പോകാൻ. ആര് പറഞ്ഞു തർസീസിലോട്ട് പോകാനാണെന്ന്? നിനവയിലേക്ക് പോകാൻ. ആണോ? ആന്നു, നിനവിലേക്ക് പോകാൻ. പക്ഷേ അദ്ദേഹം നേരെ വണ്ടി കയറിയത് തർസീസിലേക്കായി പോയി. അത് തെറ്റായിപ്പോയി. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവൻ അനുഭവിക്കേണ്ടി വന്നു. കൂട്ടുകാരെ, ദൈവത്തിൻ്റെ വാക്കുകളും അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ വാക്കുകളും ചിലർ കേൾക്കാറുണ്ട്, പക്ഷേ അനുസരിക്കാറില്ല. ഇതാ ഇവിടെ യോനയും കേട്ടു, പക്ഷേ അനുസരിച്ചില്ല. ഓക്കെ, അനുസരിച്ചില്ല. എന്താണ് അനുസരിക്കാത്ത യോനയ്ക്കുണ്ടായ വിഷമങ്ങൾ? നീ ഒന്ന് പറ. ഇതാ ഇപ്പോൾ അവൻ അടിത്തട്ടി കിടന്ന് ഉറങ്ങുകയാണ്, കപ്പലിൻ്റെ അടിത്തട്ടി കിടന്ന് ഉറങ്ങുകയാണ്. അവിടെ ഭയങ്കര ഭീതിയോടുകൂടി കുറേ ആൾക്കാരുണ്ട്. അവനും ഭീതി ഉണ്ടായി. ഇതാ ഡിസൊബീഡിയൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഡ്രെഡ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രെഡ് എന്ന് പറഞ്ഞാൽ ഭീതി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതെ, എനിക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയാ? അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതെ വന്ന അത് കണ്ടുപിടിക്കുമെന്നുള്ള പേടി. ഓക്കെ, പേടി. അതാണ് ഇതാ ഇവക്കുണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം. ഡിസൊബീഡിയൻസ് കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. അത് മാത്രമല്ല, അവിടെ വലിയ കാറ്റും തിരമാലയും ഒക്കെ ഉണ്ടായി. ആ കഥയിൽ നിങ്ങൾക്കറിയാം. യോനയ്ക്ക് താളം തെറ്റി, ആ ജീവിതത്തിൻ്റെ താളം തെറ്റി. കൂടാതെ അവിടെ വലിയ കാറ്റും കോളും ഒക്കെ ഉണ്ടായതുകൊണ്ട് നേച്ചറിൻ്റെ ഒരു താളം തെറ്റി. ഫ്രണ്ട്സ്, ഡിസൊബീഡിയൻസ് തീർച്ചയായിട്ടും നമ്മുടെ താളം തെറ്റിക്കും. ഒരു തെറ്റ് ചെയ്തു, ഡിസൊബീഡിയൻസ് കാണിച്ചു, പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ ക്രമം അത് തെറ്റിച്ച് കളഞ്ഞേക്കാം. ഒരു ചെറിയ തെറ്റ് ക്രമം തെറ്റിച്ചേക്കാം. ഓക്കെ, ക്രമം തെറ്റിച്ചേക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് താളം തെറ്റുന്ന തെറ്റുകളിലോട്ട് നമ്മൾ പോകാതിരിക്കുക തന്നെ ചെയ്യണം. അത് മാത്രമല്ല, ദൈവമായിട്ട് അവൻ വളരെ അധികം അകന്നു പോവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡിസൊബീഡിയൻസ് നമുക്ക് എന്തുണ്ടാക്കും? ഡിസ്റ്റൻസ് ഉണ്ടാക്കും. ഡിസ്റ്റൻസ്. ദൈവവുമായിട്ടുള്ള അകൽച്ച ഉണ്ടായി. ആൾക്കാരിൽ നിന്നൊക്കെ അവൻ പേടിച്ച് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് ബന്ധങ്ങളുടെ അകൽച്ചയും ഉണ്ടായി. ഫ്രണ്ട്സ്, അമ്മയോട് ചിലപ്പം കള്ളം പറയുമ്പോഴോ തെറ്റ് കാണിക്കുമ്പോഴോ ഒക്കെ ഒരു അകൽച്ച നിങ്ങൾക്ക് തോന്നാറില്ലേ? എനിക്ക് തോന്നാറുണ്ട്. ഇവക്ക് തോന്നാറുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്കും തോന്നാറുണ്ടാകാം. അതിൻ്റെ കാരണം ഡിസൊബീഡിയൻസ് നമ്മുടെ ലൈഫിൽ അകൽച്ചകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒബീഡിയൻസിൻ്റെ ഫലം എന്താണ്? നമ്മുടെ മീനുക്കുട്ടി നന്നായിട്ട് അമ്മയും അപ്പയും ഒക്കെ അനുസരിക്കുന്ന ആളാണ് എന്ന് കരുതുക. ഞാൻ അനുസരിക്കുന്ന ആളോ? ഇവളനുസരിക്കുന്ന ആളാണ്.
എപ്പോഴും ഭയങ്കര അനുസരണമാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അടി കിട്ടാറുണ്ട്. ഫ്രണ്ട്സ് നോക്കി, അനുസരിക്കുന്ന ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നത്? ബ്ലെസ്സിങ് ഉണ്ടാവും, ബ്ലെസ്സിങ് ഉണ്ടാകും, നന്മ ഉണ്ടാകും, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, ബ്ലെസ്സിങ് ഉണ്ടാകും. അത് മാത്രമല്ല, അവർ വളരെയധികം പ്രൊട്ടക്റ്റഡായി മാറും, ദൈവത്താൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട ആളുകളായി മാറും. ദൈവം അവരെ സംരക്ഷിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. ഒന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവരെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും. ദൈവം സംരക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ കുഞ്ഞു മക്കളെ, ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കുന്ന മക്കളായി നിങ്ങൾക്ക് മാറാൻ പറ്റുമോ? ദൈവം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ദൈവം തമ്പുരാൻ നിങ്ങളുടെ കൂടെയുണ്ട്, സഹായകനായി പ്രൊട്ടക്ഷൻ ദൈവം ദാനമായി നമുക്ക് നൽകും. ഫ്രണ്ട്സ്, അതുകൊണ്ട് ഡിസൊബീഡിയൻസ് നമ്മുടെ ലൈഫിൽ വേണ്ടേ വേണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താ കാരണം ഭീതിക്ക്? അനുസരണക്കേട് കാണിച്ചു. എവിടെ അനുസരണക്കേട് കാണിക്കുന്നുവോ അവിടെ ഭീതിയുണ്ട്. ദൈവത്തിൽ നിന്ന് ഞാനും നിങ്ങളും നന്മകൾ പ്രാപിച്ച് ജീവിക്കുമ്പോൾ എല്ലാം നല്ല പപ്പ, നല്ല മമ്മി, നല്ല ടീച്ചർ, നല്ല സ്കൂള്, എല്ലാം നല്ലത്. എന്നാൽ അനുസരണക്കേട് കാണിക്കുമ്പോൾ നമുക്ക് പപ്പ തല്ലുമോ? അയ്യോ, മാർക്ക് കുറഞ്ഞു പോയി, പപ്പ വഴക്ക് പറയുമോ? നമ്മൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ അവിടെ ഭീതിയുണ്ട്. അനുസരണക്കേടുള്ളിടത്ത് ഭീതിയുണ്ട്. അനുസരണക്കേട് കാണിക്കാതെ ദൈവത്തെ നോക്കി ജീവിച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. There is no excuse for disobedience. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പാടാം. I love you, Lord, for your mercy never fails me. All my days I've been held in your hands. From the moment that I wake up until I lay my head, oh, I will sing of the goodness of God. And all my life you have been faithful. And all my life you have been so good. With every breath that I am able, oh, I will sing of the goodness of God. I love your voice. You have led me through the fire. In the darkest nights, you are close like no other. I've known you as a father. I've known you as a friend. For I have lived in the goodness of God. Praise the Lord. Praise the Lord. ഞങ്ങളുടെ ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിൽ പാടാൻ നേടാം എന്ന സെഗ്മെൻറ്റിൽ എൻ്റെ പ്രിയ കൊച്ചു കൂട്ടുകാർക്ക് പാട്ടുപാടി അയച്ചു തരാം. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഈ വിധത്തിൽ പിടിച്ച് 2 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ടുപാടി അയച്ചു തരാമെങ്കിൽ അത് സെലക്ട് ചെയ്ത് വരും ആഴ്ചകളിൽ നിങ്ങളുടെ പാട്ട് ഈ പാടാൻ നേടാം പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താം. പാടി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന മൊബൈൽ നമ്പറിലോട്ട് അയച്ചു തരണം. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.